കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യക്ക് ഇന്ന് 100 വയസ്സ് തികയുന്നു. 1925 ഡിസംബർ 26 ഉത്തർപ്രദേശിലെ കാൺപൂരിൽ ഉയർന്ന ചെമ്പതാകയാണ് സമരഭരിതമായ കാലങ്ങൾ കടന്ന് ശതാബ്ദിയുടെ നിറവിൽ എത്തിയത്. പിളർപ്പിന് മുമ്പ് വരെ രാജ്യത്തെ അനിഷേധ്യ ശക്തിയായിരുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇപ്പോൾ ദുർബലപ്പെട്ട് കേരളത്തിൽ മാത്രമായി ചുരുങ്ങിയിരിക്കുന്നു എന്നതും മറ്റൊരു യാഥാർത്ഥ്യം. 1917 റഷ്യൻ വിപ്ലവത്തിന് ശേഷം രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായി കമ്മ്യൂണിസ്റ്റ് ഗ്രൂപ്പുകൾ രൂപം കൊണ്ടിരുന്നു. ഈ ഗ്രൂപ്പുകൾ കാൺപൂരിൽ സമ്മേളിച്ചാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യക്ക് രൂപം നൽകിയത്. ഗൂഢാലോചന കേസുകൾ കൊണ്ട് വേട്ടയാടപ്പെട്ടതായിരുന്നു CPIയുടെ ആദ്യ ദശകങ്ങൾ. മീററ്റ്, കാൺപൂർ ഗൂഢാലോചന കേസുകൾ ചരിത്രം. തൊഴിലാളികൾ, കർഷകർ, കർഷക തൊഴിലാളികൾ എന്നിങ്ങനെ അടിസ്ഥാന ജനവിഭാഗങ്ങളെ കേന്ദ്രീകരിച്ചായിരുന്നു പാർട്ടിയുടെ ആദ്യകാല പ്രവർത്തനം. ജന്മിത്വത്തിനും ചൂഷണത്തിനുമെതിരെ മുഴക്കിയ ഇൻകുലാബുകൾ പാഴായില്ല. അവകാശബോധമുള്ള ജനത രക്തപതാകയുടെ തണലിൽ വർഗവികാരവുമായി അണിനിരന്നു. സ്വാതന്ത്ര്യാനന്തരം തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് കാൽവെച്ച പാർട്ടിക്ക് ഇത് ഏറെ ഗുണം ചെയ്തു. ബീഹാറിലും ആന്ധ്രയിലും പശ്ചിമ ബംഗാളിലും കേരളത്തിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി അനിഷേധ്യ ശക്തിയായി മാറി. 1952 കോൺഗ്രസിന് പിന്നിൽ രണ്ടാം വലിയ കക്ഷിയായി വളർന്നു. 57 കേരളത്തിൽ ആദ്യ കമ്മ്യൂണിസ്റ്റ് സർക്കാർ കൂടി വന്നതോടെ രാജ്യത്ത് മേൽവിലാസമുള്ള പാർട്ടിയായി CPI മാറി. 1964 പാർട്ടി പിളർന്നു. പിളർപ്പിന് പ്രത്യയശാസ്ത്ര മേമ്പടി ഉണ്ടായിരുന്നെങ്കിലും 57 SA ഡാംഗെ മഹാരാഷ്ട്രയിൽ നിന്ന് ലോക്സഭയിൽ എത്തിയപ്പോൾ മുതൽ തുടങ്ങിയ നേതൃതലത്തിലെ വ്യക്തിപരമായ ഭിന്നതകളും അതിന് കാരണമായിരുന്നു. പിളർപ്പിന് ശേഷം പിന്നെ അങ്ങോട്ട് പോരാട്ടം ഇടതെന്നും വലതെന്നും പേരിട്ട് വിളിച്ച കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ തമ്മിലായി. ഐക്യമുന്നണിയിൽ ഇരിക്കുമ്പോഴും ഉള്ളിൽ കലഹത്തിന്റെ തീ കെടാതെ നിന്നു. ജാതി വർഗീയ ധ്രുവീകരണത്തിലേക്ക് നീങ്ങിയ ഉത്തരേന്ത്യൻ രാഷ്ട്രീയം മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ടോടെ കമ്മ്യൂണിസത്തിൽ നിന്ന് പൂർണ്ണമായും വഴുതി മാറി. താരപ്രഭയുള്ള പ്രാദേശിക പാർട്ടികൾ കളം പിടിച്ചതോടെ ആന്ധ്രയും ഓർമ്മയിൽ മുഴങ്ങുന്ന പടപ്പാട്ടായി മാറി. ഇതോടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ ശക്തി ബംഗാളിലും ത്രിപുരയിലും കേരളത്തിലുമായി ചുരുങ്ങി. അധികാരം തലയ്ക്ക് പിടിച്ചതോടെ ബംഗാളിൽ നിന്നും ത്രിപുരയിൽ നിന്നും തൂത്തെറിയപ്പെട്ടു. കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിച്ച് ഒരു നൂറ്റാണ്ട് തികയുമ്പോൾ ഒറ്റത്തുരുത്തായി കേരളം മാത്രം. അരുവി പോലെ തളിർത്തും നേർത്ത ജലധാരയായി തെഴുത്തും പുഴയായി വളർന്നും നദിയായി പരന്നൊഴുകിയ മഹാപ്രവാഹമാണ് ഇவ்விധം ശുഷ്കമായിരിക്കുന്നത്. എങ്കിലും നൂറ്റാണ്ടിൻ്റെ ഏടുകളിൽ നിന്ന് 1000 മുദ്രാവാക്യങ്ങൾ പ്രതിധ്വനിക്കുന്നുണ്ട്. ആയിരങ്ങളുടെ രക്തസാക്ഷിത്വം കൊണ്ട് അനശ്വരമായ അവകാശ സമരങ്ങളുടെ വിജയസ്മാരകങ്ങൾ തലയുയർത്തി നിൽക്കുന്നുണ്ട്. അവകാശബോധം ചൂഷണത്തിൻ്റെ ചേറ്റിൽ നിന്നുയർത്തിയ ജനതയുടെ പിന്മുറക്കാരുണ്ട്. നൂറ്റാണ്ടിൻ്റെ ചരിത്രം മറിച്ചു നോക്കുമ്പോൾ അങ്ങനെ എന്തെല്ലാം! നിറയെ ചുവന്ന പൂക്കൾ, സമരങ്ങൾ തൻ മുദ്രകൾ. ആർ ശ്രീജിത്ത്, 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.